വ്യാഴാഴ്ച രാവിലെ വീടിൻ്റെ ടെറസിൽ ഭാര്യയെയും ഭാര്യേൻ്റെ കാമുകനെയും കണ്ട ഭർത്താവ് രണ്ടുപേരുടെയും തല അറുത്തുമാറ്റി. എന്നിട്ട് ആ തലയുമായിട്ട് നേരെ ബസ് കയറി 3 മണിക്കൂറോളം യാത്ര ചെയ്ത് സെൻട്രൽ ജയിലിലെത്തുന്നു. ഈ തലയില്ലാത്ത ബോഡി കണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോഴത്തേക്കും ഇയാൾ കീഴടങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം തമിഴ്നാടിനെ ആകെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകമാണ്. കെ ലക്ഷ്മി എന്ന 40 വയസ്സുകാരി, അവരുടെ രഹസ്യ കാമുകനായ തങ്കരസ് 58 വയസ്സാണ്. ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഈ കോലാഞ്ചി എന്ന പ്രതിയുടെ വീടിൻ്റെ ടെറസിൽ നിന്നാണ്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ്. ഇതിനുശേഷം ഏറ്റവും വിചിത്രമായത്, ഇയാൾ ഈ വെട്ടിമാറ്റിയ 2 തലകളുമായി 180 കിലോമീറ്ററോളം സഞ്ചരിച്ച് വെല്ലൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തി. അവിടെ താൻ 2 കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ കീഴടങ്ങുകയായിരുന്നു. ഇത് ഈ സെപ്റ്റംബർ 10 ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത്. ഇത് കോലാഞ്ചി എന്ന് പറയുന്ന 58 വയസ്സുകാരനായ ഒരു മരംവെട്ട് തൊഴിലാളിയാണ്. ഇയാളുടെ ഭാര്യയാണ് ലക്ഷ്മി. ഈ കോലാഞ്ചിയുടെ 2ാമത്തെ ഭാര്യയാണ് ലക്ഷ്മി എന്ന് പറയുന്ന 40 വയസ്സുകാരിയായ സ്ത്രീ. 3 മക്കളാണ് ഇവർക്കുള്ളത്. അങ്ങനെ ഈ മരംവെട്ട് തൊഴിലാളിയായ കോലാഞ്ചിയും ഭാര്യയും കുടുംബമായി തമിഴ്നാട്ടിലെ ഈ കല്ലക്കുറിച്ചി ജില്ലയിലെ മലൈക്കോട്ടലം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് താമസിച്ചു വരുന്നത്. ഇയാൾ രാവിലെ ജോലിക്ക് പോകും, ഭാര്യ വീട്ടമ്മയാണ്. അങ്ങനെ ഈ ഭാര്യയ്ക്ക് ഒരു അഫയർ, പരപുരുഷ ബന്ധം ഉണ്ടാകുന്നു. ഈ ഭർത്താവല്ലാതെ മറ്റൊരു രഹസ്യ കാമുകൻ, ഈ ഗ്രാമത്തിൽ തന്നെയുള്ള തങ്കരാജു എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനാണ് ഇവരുടെ കാമുകനായിട്ടുള്ളത്. അപ്പോൾ ഈ ഭാര്യയും ഈ കാമുകനുമായിട്ടുള്ള ബന്ധം ഈ കോലാഞ്ചിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇയാൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് ഭാര്യയെ പലതവണ വിലക്കും. എന്നാൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഈ കാമുകനും ഭാര്യയും തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ ബന്ധം അനുദിനം നല്ല കെട്ടുറപ്പോടുകൂടി വന്നു. അങ്ങനെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 10 ബുധനാഴ്ച ഈ തങ്കരാജു ഇയാൾ ഒരു ദൂരസ്ഥലത്തേക്ക് തൊഴിലിനായി പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്നു. എന്നാൽ ഇയാൾ ദൂരത്തേക്കൊന്നും പോകുന്നില്ല. ഈ മലൈക്കോട്ടലം എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ തന്നെ തമ്പടിച്ച് നിന്നു. അതിനുശേഷം രാത്രിയായപ്പോൾ ഇയാൾ ഈ ഭാര്യയും രഹസ്യമായിട്ട് ഈ കാമുകനുമായിട്ട് കണ്ടുമുട്ടുമെന്നൊരു പ്രതീക്ഷ ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയോടുകൂടി മലൈക്കോട്ടലത്തെ ഈ വീട്ടിലേക്ക് ഇയാൾ വരുമ്പോൾ ഈ ഭാര്യയും ഭാര്യയുടെ രഹസ്യ കാമുകനായ, ഇയാൾക്കും 60 വയസ്സാണ്, ഈ തങ്കരാജു എന്ന് പറയുന്ന ഭാര്യയുടെ കാമുകൻ. അങ്ങനെ ഈ തങ്കരാജുവും ഭാര്യയുമായിട്ട് ടെറസിൽ നിൽക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ഇയാൾ വീടിൻ്റെ ടെറസിലേക്ക് വരുമ്പോൾ കാണുന്നത് ഭാര്യ മറ്റൊരാളോടൊപ്പം നിൽക്കുന്നൊരു അസാധാരണമായ കാഴ്ചയാണ് ഇയാൾ കാണുന്നത്. അസ്വാഭാവികമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന അരിവാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാര്യയുടെയും അതോടൊപ്പം തന്നെ ഈ കാമുകനെയും ആക്രമിക്കുന്നു. അങ്ങനെ ആക്രമിച്ച് വെട്ടേറ്റ് നിലത്ത് വീഴുന്ന ഇരുവരുടെയും കഴുത്ത് അറുത്തെടുത്തു. ഈ ശിരസ് ഛേദിച്ചതിന് ശേഷം ഇത് തുണിയിൽ പൊതിഞ്ഞ് ചാക്കിലാക്കുന്നു. ഈ ചാക്കിലാക്കിയതിന് ശേഷം കുറച്ച് സമയം അവിടെ തങ്ങുന്ന ഈ കോലാഞ്ചി എന്ന് പറയുന്ന 58 വയസ്സുകാരൻ, ഇയാൾ പിന്നീട് അവിടെ നിന്ന് ഈ കല്ലക്കുറിച്ചിയിലെ മലൈക്കോട്ടലം ഗ്രാമത്തിൽ നിന്ന് തിരുവണ്ണാമലയ്ക്ക് ബസ് കയറുന്നു. ബസ്സിൽ കയറുമ്പോഴും ഇയാളുടെ കയ്യിൽ ഈ ഭാര്യയുടെയും കാമുകൻ്റെയും തലകളടങ്ങിയ ചാക്കായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഇത് പെട്ടെന്ന് ബസ്സിലെ സഹയാത്രികരോ മറ്റാരും ശ്രദ്ധിച്ചില്ല. രാത്രിയായിരുന്നു. അങ്ങനെ തിരുവണ്ണാമലയിലെത്തി ഇയാൾ ഓട്ടോ പിടിച്ച് വെല്ലൂർ സെൻട്രൽ ജയിൽ, ഈ മലൈക്കോട്ടലം ഗ്രാമത്തിൽ നിന്ന് 180 കിലോമീറ്ററോളം അകലെയാണ് വെല്ലൂർ എന്ന് പറയുന്ന പ്രദേശം. ഈ വെല്ലൂരാണ് തമിഴ്നാട്ടിലെ ഒരു സെൻട്രൽ ജയിലാണ് വെല്ലൂർ. അപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് എത്തി ഇയാൾ നേരെ ജയിൽ അധികൃതരോട് പറയുന്നു, താൻ 2 കൊലപാതകം നടത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. തൻ്റെ കയ്യിലുള്ള ചാക്കിലുള്ളത് തൻ്റെ ഭാര്യയുടെയും അവളുടെ കാമുകൻ്റെയും തലയാണെന്ന് പറയുമ്പോൾ ഈ ജയിൽ അധികൃതരെല്ലാവരും ഞെട്ടുന്നു. ഇവർ ഈ മലൈക്കോട്ടലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുന്നു. എന്നാൽ അതിന് മുൻപേ തന്നെ ബുധനാഴ്ച രാത്രി നടന്ന സംഭവം പിറ്റേ ദിവസം രാവിലെ, വ്യാഴാഴ്ച സെപ്റ്റംബർ 11 രാവിലെ ഈ പ്രദേശവാസികൾ, ഇയാളുടെ വീടിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ഈ കോലാഞ്ചിയുടെ വീടിൻ്റെ ടെറസ് ഭാഗത്തായിട്ട് ഒരു 2 ശവശരീരങ്ങൾ തലയില്ലാതെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഇവർ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയും ചെയ്തിരുന്നു. അങ്ങനെ പോലീസ് എത്തി ഇത് കല്ലക്കുറിച്ചി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ ശവശരീരങ്ങൾ ഓട്ടോപ്സിക്കായിട്ട് മാറ്റിയതിനിടെയാണ് ഇയാൾ ഈ ജയിലിലേക്ക് ഈ തലയുമായിട്ട് ശരീരഭാഗങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കല്ലക്കുറിച്ചിയിലേക്ക് ഈ വെല്ലൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എത്തുന്നത്. അങ്ങനെ കല്ലക്കുറിച്ചി DSP തങ്കരാജിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉടനെ വെല്ലൂരിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത് ഭാര്യയുടെ ഒരു പരപുരുഷ ബന്ധത്തിൽ പെട്ടെന്ന് തോന്നിയ ആ പക പലതവണ പിന്മാറാൻ ഭർത്താവിനോട് ഈ ഭാര്യയോട് ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് പിന്മാറാത്തതിലുള്ള വൈരാഗ്യം, അതോടൊപ്പം തന്നെ ഈ ഭാര്യയുടെ കാമുകൻ
3 മക്കളടങ്ങിയ ഒരു കുടുംബമാണ്. അവർ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് വരുന്ന മൂന്നാമതൊരാൾ, ആ ഒരാളാണ് ഇവിടെ കുഴപ്പക്കാരൻ. അങ്ങനെ ഒരിക്കലും ആ ഭാര്യയ്ക്ക് ഒരു പക്ഷേ പിന്തിരിഞ്ഞ് പോകാമായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് പിന്മാറാൻ ആ ഭാര്യ തയ്യാറായില്ല. ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും അത്തരത്തിൽ ആ ഭർത്താവിനെ അനുകൂലിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് തോന്നിയ വ്യക്തിവൈരാഗ്യമല്ല, ഭാര്യയുടെ കാമുകനോടുള്ള പക, അതോടൊപ്പം തന്നെ വഞ്ചിച്ച ഭാര്യയോടുള്ള വിശ്വാസവഞ്ചന, ഭാര്യ ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് പ്രതികാരമായിട്ടാണ് കോലാഞ്ചി എന്ന 58 വയസ്സുകാരൻ തൻ്റെ ഭാര്യ 40 വയസ്സുകാരിയായ ഭാര്യയെയും അതോടൊപ്പം തന്നെ 60 വയസ്സുകാരനായവരുടെ രഹസ്യ കാമുകനെയും വകവരുത്താനെടുത്ത തീരുമാനം. എന്തായാലും ആ 3 കുട്ടികളാണ് അനാഥരായിപ്പോയത്. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിലടക്കം വരുന്നുണ്ട്. ഈ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മറ്റൊരു ബന്ധം സംശയത്തിന് ഇടയാക്കുകയും അതിനെ തുടർന്ന് ആ ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ വരുന്ന ആളോടുള്ള പക, ആ പക ഇത്തരത്തിലുള്ള ക്രൈമിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു. എന്തായാലും ഇത് തമിഴ്നാടിനെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. എന്തായാലും ഈ കോലാഞ്ചി എന്ന മരംവെട്ട് തൊഴിലാളി എന്തായാലും ഈ കള്ളക്കുറിച്ചി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്.